ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെലീനാസ് ഡയറി. സെലിയോടാ? യെസ്. 2 വർഷമായി സത്യം പറഞ്ഞ വീഡിയോ ഇട്ടിട്ട്. 2 വർഷം. അതിന് അതിൻ്റെതായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിലെ കാരണങ്ങൾ പറയും? കാരണം നമുക്ക് ക്ലൈമറ്റ് ഒരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ അതുപോലെ ടൈമില്ല, വേറെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ 1-2 വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വീഡിയോകളുടെ പ്രധാന കാരണം എന്താ? റമലാൻ എന്ത് 3ാമത്തെ നോമ്പാട്ടാ. അപ്പൊ ക്യാമറ എടുക്കുന്ന ആള് ഹാഫിൽ കമാൽ എവിടുന്ന ഹാഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഹാഫിൽ നല്ലൊരു വീഡിയോഗ്രാഫർ ആണ്. അപ്പൊ മനസ്സിലാവാതെ എത്രമാത്രം സെറ്റപ്പ് ആണെന്നുള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാം, നോമ്പറ ഒന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി. ശരിയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു കണക്ഷൻ കിട്ടുന്നില്ല കേട്ടാ. കാരണം കുറച്ചായാലും വീഡിയോ ഇട്ടിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ്. അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാ. എന്നിട്ട് നല്ല വൃത്തിക്ക് എൻഡ് ചെയ്യല്ലേ? അപ്പൊ ഈ വർഷം 3ാമത്തെ നോമ്പാണിത്. 1ാമത്തെ 2ാമത്തെ നോമ്പ് ഇങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി, ഞങ്ങൾക്ക് ഒരുമിച്ച് നിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് 3ാമത്തെ നോമ്പാണ്. അപ്പൊ ഇന്ന് ഹാഫിൽ മോൻ ഉണ്ട്. ഹാഫിൽ മോൻ ക്ലാസ് ഇല്ല, ഫ്രീ ആണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് നോമ്പ്. അപ്പൊ അതിങ്ങനെ സെറ്റ് ആക്കാന്ന് വിചാരിച്ച്. ബിരിയാണി, പിന്നെന്താ ചിക്കൻ ഫ്രൈ ഉണ്ടാ, പിന്നെ ഫ്രൂട്ട് സലാഡ് ആൻഡ് വേറെ പൊരിക്കടി ആസ്വൽ. ഞണ്ട് സമൂസ. അങ്ങനെ സമൂസ ഉണ്ടാക്കാൻ ഷീറ്റ് ഇട്ടിക്കണ. സമൂസ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞങ്ങളിന്ന് ഇതുപോലെ ഇങ്ങനെ നോമ്പിന് കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് നോമ്പറ അങ്ങനെ നടത്തണം വിചാരിക്കും. കാരണം ആഫിമോനും സെലിയും ഒക്കെ ഉണ്ട്, ഫ്രീ ആണെന്ന്. ഞാനിന്ന് ഫ്രീ ആണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ അൽദിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത്. വീഡിയോ ഇതുവരെ ഇടാതിരിക്കാനുള്ള കാരണം എന്താ? മൂഡില്ലായിരുന്ന മൂഡില്ലായിരിക്കാൻ കാരണം എന്താ? മെന്റലി ഓക്കെ ആയിരിക്കാൻ കാരണം എന്താ? ഇവിടുത്തെ ക്ലൈമറ്റ്. സെലിന്റെ ട്രൈപോഡ് സ്റ്റാൻഡ് പൊട്ടി. അതൊരു റീസൺ അല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് കേട്ടാ. ഇതിന്റെ ഒരു ഇതിൽ ഇവിടുത്തെ ക്ലൈമറ്റ് വൃത്തിയായിട്ട് ക്ലൈമറ്റ് മറ്റേ തണുപ്പാണെന്ന് വെച്ചല്ല. വന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ അതേ ക്ലൈമറ്റ് ആയി അല്ലേ? സത്യം പറയാലോ, ഒരു സ്നോ കാണാൻ പോതി ഇല്ല. സത്യം പറഞ്ഞ ഇവിടെ ഉള്ളവരൊക്കെ ഇപ്രാവശ്യം ആകെ 2-3 പ്രാവശ്യം സ്നോ വന്നു കേട്ടോ, ചെറുതായിട്ട്. അപ്പോഴത്തേനും ഇവിടെ ആൾക്കാർ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് പെയ്യാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കണ എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ട് നല്ല വൃത്തിക്ക് സ്നോ വരണമെന്ന്. സ്നോ വരണില്ല. ഫുള്ള് കാറ്റ്. ഞങ്ങൾക്ക് തണുപ്പ് വലിയൊരു തണുപ്പ് എന്നല്ല, പക്ഷെ ഭയങ്കരാണ്. ഒരു വിൻഡാണ്, ഭയങ്കര ഒരു കാറ്റാണ്. പിന്നെ ഒരു ചെറിയൊരു മഴ ഇല്ലേ, ഒരു ചാറ്റൽ മഴ. അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നോമ്പ് നോക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പിന്നെ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ഈ ക്ലൈമറ്റ് നമുക്ക് ഭയങ്കര ചൂടൊന്നും ഫീൽ ചെയ്യണില്ലല്ലോ. അതുകൊണ്ട് തന്നെ നോമ്പ് വെക്കലൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ്, എടാ അവിടെ പള്ളി ഉണ്ടോ? ഇവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നിൽക്കുന്നിടത്ത് 5 പള്ളിയായിട്ടുണ്ട്. നോമ്പറക്കാനും ഭക്ഷണം അവിടെ നിന്ന് തന്നെ ഉണ്ട്. നമ്മൾ ഫാമിലിയായി നിൽക്കണല്ലേ, അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ പോകുന്നല്ലാതെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് നോമ്പറക്കലൊക്കെ. 3ാമത്തെ വർഷമാണ് ഇവിടെ നോമ്പ്. നാട്ടിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു നോമ്പിന്. നടന്നില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, യു കെ ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചാൽ. പിന്നെ ഇതുപോലെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ കളിയാക്കും, യു കെ ഓക്കെ ആണോ? ഇവിടേക്ക് വരേണ്ട ടൈം എന്ന് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 3-4 വർഷം മുന്നെങ്കിലും വരണമായിരുന്നു. കാരണം ഇപ്പൊ ഇവിടുത്തെ റൂളും കാര്യങ്ങളൊക്കെ മാറി കുറച്ച്. നമ്മൾ വന്നത് കറക്റ്റ് ആണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ വരുന്നതിനെ പറ്റിയിട്ട് സെലി ഭയങ്കര മെച്യൂരിറ്റി ആയിട്ട് 4:30 സാധനം ഉണ്ടാക്കിയിട്ടില്ലാതായിട്ട് തല്ല്. പക്ഷെ അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുത്താ നല്ലതാ. പക്ഷെ എനിക്കൊരു അഭിപ്രായം ഉണ്ട്, നാട്ടിലിപ്പോ ആരും നിക്കണ്ട, പ്രശ്നം.
ഇതാകെ വിവാദമാക്കും. അനക്ക് എന്താണ് ഞങ്ങളോട് ചോദിക്കാനുള്ളത്? വന്നത് ബെറ്റർ ഓപ്ഷൻ ആണോ അതോ എടുത്ത ഡിസിഷൻ തെറ്റായി പോയോ എന്താ തോന്നുന്നു? ശരി പറയും. സെലീന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞു. അല്ലല്ല ഇനി പറയും. ഞാനപ്പോ ജ്യൂസ് അടിക്കാം. അതിനെ പറ്റി മേടിക്കണ്ട. ജ്യൂസ് അടിച്ചു വന്നത് നല്ലതാണ് തന്നെ തോന്നുന്നു. ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ച് ബെറ്റർ ആയി. ലിവിങ് സ്റ്റാൻഡേർഡും എല്ലതും ഒന്ന് മെച്ചപ്പെട്ടില്ലേ കമ്പയർഡ് ടു നാട്ടില് നിൽക്കുമ്പോ. പിന്നെ നാട്ടിലൊരു ഇടക്കിടക്ക് പോകുമ്പോ നല്ലല്ലേ ഒരു വിലയൊക്കെ. പിന്നെ ഇൻഡിപെൻഡന്റ് ആയി രണ്ടാളും. ഏറ്റവും ബെറ്റർ ആയിട്ട് അതാണ് സ്റ്റെബിലിറ്റി രണ്ടാൾക്കും. പാർട്ട്ണർക്ക് ഹസ്ബൻഡ് വൈഫ് എന്ന് വരുമ്പോ വൈഫിനുള്ള ഒരു പ്രയോറിറ്റി കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അല്ലേ? ഹസ്ബൻഡിനാവും എപ്പോഴും പ്രയോറിറ്റി. വേണ്ടല്ലേ, വിവാദമാവും. മായൂസിക്ക് കുറച്ച് പാലും ഐസ്ക്രീം ഇട്ട ഷെയ്ക്ക്, മാംഗോ ഷെയ്ക്ക്. അപ്പൊ നമ്മൾ ഉണ്ടാകൊണ്ട് മാംഗോ ഷെയ്ക്ക് കേട്ടാ. ഞങ്ങക്ക് ഇവിടെ മാത്രല്ല. സെലിക്ക് ഇംഗ്ലീഷുകാർ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താ തോന്നിയിട്ട് ചെയ്യാൻ? ഇംഗ്ലീഷുകാരത് ഇട്ട ഇവിടുത്തെ ആളുകളെ ക്വാളിറ്റി സത്യം പറഞ്ഞ ഇംഗ്ലീഷ് റൊമാൻറ്റിക് മനസ്സിലാവില്ല. അതാണ് എനിക്കും പറയാറുള്ളത്. ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ പോലെ നമ്മളെ നാട്ടിലൊക്കെ ചിരിച്ചതിന് അടിച്ച് കുത്തി കൊല്ലുകയാണ് ആൾക്കാര്. ചിരിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ചിരിച്ചെന്ന് പറഞ്ഞിട്ടോ. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും യു കെക്ക് വന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വന്ന് ആ ടൈം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഏകദേശം ജോലി കിട്ടി. പിന്നെ അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. സെലിന്റെ കോഴ്സ് നല്ല വൃത്തിക്ക് കഴിഞ്ഞ് ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് പിന്നെ അതുപോലെ നമ്മൾ കുഴപ്പമില്ലാത്ത നല്ലൊരു വീട്ടിൽ നമുക്ക് നമ്മളിപ്പോ നിൽക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റില് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ണീര് തുടച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടാ. ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. എല്ലാരും നല്ല വശങ്ങൾ മാത്രമേ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. നമ്മള് ഭയങ്കര നല്ല നമ്മളെക്കാട്ടും വലിയ സ്ഥാനത്ത് നമ്മളെക്കാട്ടും നല്ല വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാപ്പിയാണ്. കാരണം ഒന്നാമത്തത് സെലി പറഞ്ഞ പോലെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി. ഇപ്പൊ സെലിക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും സെലിനോട് ചോദിക്കും. എന്ത് കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലിനോട് ചോദിക്കലുണ്ട്. അല്ലട്ടാ സീരിയസ്ലി. ഇനിയിപ്പൊ എങ്ങനെ സെലിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യല്. പക്ഷെ അല്ല അത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും എന്നോട് എല്ലാ കാര്യങ്ങളും പറയലുണ്ട്, ചോദിക്കലുണ്ട്. മാറ്റങ്ങൾ വരണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ സെറ്റ് ആവുമെന്ന് വിചാരിക്കണം. എല്ലാത്തിനും നമ്മള് ഇൻഗ്രീഡിയന്റ് എന്താ മെയിൻ ആയിട്ട്? കസ്കസ്. സെലിന്റെ കസ്കസ് കൊണ്ട് കുടുങ്ങി നിക്കണ ഞങ്ങള്. എല്ലാത്തിലും കസ്കസ് ആണ്. കച്ചമ്പറിൽ കസ്കസ് ഇടണം നടക്കുകയാണ്. എത്ര ടൈം ഉണ്ട് നോമ്പറക്കാന്? 5 മിനിറ്റ് ഉണ്ടാ? ഒരു പോർഷൻ ദമ്മിട്ട് വെച്ചിരിക്കണ്. 2 പോർഷൻ ആക്കിയിട്ടാണ്. പിന്നെ ഒരുപാട് സാധനങ്ങള് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. പൊരിക്കടി ആവശ്യമില്ല. പിന്നെ എന്നിട്ട് മിക്സ് ചെയ്യണം. പൈസ കുറച്ച് അടി പോയിട്ടാ. മക്കളെയും വൃത്തിയാക്കിയാ മതി മക്കളെ. വെരി ഗുഡ്. നമ്മള് കുറച്ച് ലേറ്റ് ആയില്ലേ? പക്ഷെ ഒക്കെ സെറ്റ് ആയിട്ടാ. അഭിമാനം എന്താ തിന്നോ സെലിയ? ഒക്കെ സെറ്റ് ആയിട്ടാ. ബിരിയാണി എല്ലാം സെറ്റ് ആയി. ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, മാംഗോ ഷേക്ക് ആൻഡ് സലാഡ്. പെട്ടെന്നുണ്ടാക്കിയ ബിരിയാണിയാ. പെട്ടെന്നുണ്ടാക്കിയ സാലഡാ, പക്ഷെ ഉപ്പില്ല. സെലിന്റേത് കറക്റ്റ് ആവും, എല്ലാം ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് ഇവള് സകലത്തിലും ടേസ്റ്റ് നോക്കും. പിന്നെ ഇവള് എന്തിനു നോമ്പ് നോക്കും എനിക്കറിയില്ല. ബിരിയാണി ഉണ്ടോ? ഇനി ഫുഡ് അടിയാ. കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സംസാരം ഉണ്ട്. 2 വർഷം ഗ്യാപ്പ് എടുത്തതിനെ പറ്റിട്ട് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് നമുക്ക് അതിന്റെ ശേഷം സെറ്റ് ആക്കാം. ഓക്കെ പറയേ. എനിക്ക് തീറ്റയിലാണ് ശ്രദ്ധ. എന്താ പറയാൻ വന്നെന്ന് പറഞ്ഞു. ഒന്നാമത് ഇതാണ് നമ്മള് വീഡിയോ 2 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞാല് അത് പ്രത്യേകിച്ച് വലിയതൊന്നുമല്ല. നമ്മളിങ്ങനെ വിസ എടുക്കണ കാര്യങ്ങള്. പിന്നെ നമ്മള് വീടൊന്നും മാറിയില്ലേ?
അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ 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 ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു അല്ലേ നമ്മളെല്ലാത്തിനും ഒരു മടുപ്പ് വരുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ്. പിന്നെ നമുക്ക് മടിയാണ് കേട്ടോ, അതാണ് മെയിൻ റീസൺ. ഇപ്പൊ എന്തായാലും ഓരോ വീഡിയോസ് ഒക്കെ എടുക്കണം, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. പിന്നെ അതുപോലെ ഒരുപാട് വീഡിയോ ഇടണം നമ്മള്. അതാണ് ഇനി ഇത് ലാസ്റ്റ് വീഡിയോ നമ്മളെ പറഞ്ഞില്ലായിരുന്ന 2 വർഷം മുന്നത്തെ ലാസ്റ്റ് വീഡിയോയിലും അതന്നെ പറഞ്ഞത് നമ്മളിനി വീഡിയോ ഇടുന്നൊക്കെ. അതാണ് അത് സത്യം. അങ്ങനെ വന്ന് ഈ ഫസ്റ്റ് മുതൽ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നല്ലേ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞില്ലേ? എന്തേ ഒരാളയച്ചു ഇപ്പൊ പിന്നെ മെസ്സേജ് അയക്കലൊക്കെ ആളുകൾ കുറവാണ്. ഒന്നാമത് നമ്മള് വീഡിയോ ഇടലില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്ത് നോക്കുമ്പോ ആദ്യം വന്നിന്ന് അത്ര ഒന്നും ആളുകൾ വരുന്നില്ല. ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ ഇടണം, കുക്കിംഗ് ആണെങ്കിലും ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ഇടണമെന്നുണ്ട്. ട്രാവലിംഗ് വളരെ കുറഞ്ഞു ഇപ്പൊ, പുറത്ത് പൊതുവെ എവിടേക്കൊന്നും പോകലില്ല. ആ വിന്റർ എന്നുള്ള സമ്മർ പോലെ തന്നെയാണ്. പുറത്തൊക്കെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഇതാക്കണം. പിന്നെ അതുപോലെ നോമ്പൊക്കെ അല്ലേ, ഇപ്പൊ നോമ്പിൽ ഏതെങ്കിലും ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ ഉണ്ടാക്കി വെറുതെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ശരി ക്യാമറയൊക്കെ നോക്കണില്ല, ക്യാമറ നോക്കി. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മള് ഇവിടെ നിർത്തുകയാണ്. കാരണം ഇന്ന് നമ്മള് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടില്ല, പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് കിട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ അല്ലേ. ജസ്റ്റ് ഒരു നോമ്പ് തുറ അതിന്റെ ഒക്കെ വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പാ അങ്ങനെയൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ തന്നെ അല്ലേ, വീഡിയോന്റെ താഴെ തന്നെ കമന്റ് ഇട്ടാൽ മതി. അതാകുമ്പോ നമുക്ക് പറ്റുന്ന നമ്മള് 3 വർഷമായി. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരുപാട് അറിയുന്നല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും കാര്യങ്ങൾ എന്താന്നൊക്കെ അന്വേഷിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ എന്താ ചെയ്യാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒരു വീഡിയോ ഒക്കെ വെച്ചിടണം. നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഈ 3 വർഷം വന്നിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ വരുന്ന ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളാവും. ഇപ്പൊ നമ്മളെ അനുഭവം ആവില്ല വേറൊരു ആൾക്കാർക്ക്. ഞങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങൾ, ഞങ്ങളിപ്പോ എങ്ങനെ എത്തി നിൽക്കണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ഇടാന്ന് വിചാരിക്കട്ടെ, എല്ലാ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ട്. അത് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഒരു പക്ഷെ ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നല്ല, പക്ഷെ റിയാലിറ്റി എന്താന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 3 വർഷം ഞങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെയായി, ഇപ്പൊ ഞങ്ങള് ഇല്ലേ ഇപ്പൊ ഞങ്ങൾ എവിടെ എത്തി നിൽക്കണ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ ഈ വീഡിയോന്റെ ഒക്കെ അവസ്ഥ ഒക്കെ പോലെ അടുത്ത വീഡിയോ പെട്ടെന്ന് ഉണ്ടാവുന്ന വിചാരിക്കണ, വീക്കിലി വീഡിയോ ഇടണം എന്നൊക്കെ. നമ്മള് വീഡിയോസ് ഇടാൻ കോണ്ടന്റ് ആണെങ്കിലും നമ്മള് ഇത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മള് ലെഷർ ടൈമില് വീഡിയോ ഇടുക. അത് എപ്പോഴാ വീക്കിലി ഒരു 1-2 പ്രാവശ്യം ഒക്കെ കിട്ടണ ഫ്രീ ടൈമിൽ വീഡിയോ ഇടാന്നാ വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് വലിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല. അപ്പൊ നമ്മളെ കണ്ടന്റ് കുറച്ച് ബോറിങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കും. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാ. പിന്നെ അതുപോലെ ഞാൻ സെല്ലിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ പോഡ്കാസ്റ്റിംഗ് അങ്ങനെ വീഡിയോസ് ചെയ്താലോ ഒരു ആഗ്രഹം ഇങ്ങനെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഇത് നമുക്കറിയില്ലല്ലോ ആളുകൾക്ക് നമ്മളെ സംസാരം. കാരണം പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കലോ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് കാണുന്നവർക്ക് ഇഷ്ടമാവുന്ന അതാണ് പ്രശ്നം. ശരിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കൂല. പോഡ്കാസ്റ്റിന്റെ ഒരു ഇതെന്താ വെച്ചാൽ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പക്ഷെ പിന്നെ വരുന്നതിലൊക്കെ ആരെങ്കിലും ഒരാള് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങളുള്ള ആളുകളൊക്കെ നമുക്ക് ഒരുപാട് ഇവിടെ കിട്ടും. നോക്കട്ടെ. ഇന്ന് നോമ്പ് എന്തൊക്കെയായിരുന്നു ഞങ്ങള് പല ഐറ്റംസ് പറഞ്ഞിരുന്നിട്ടാ. പക്ഷെ അവസാനം ഫൈനലി ബിരിയാണി, ജ്യൂസ്, ഫ്രൂട്ട് സലാഡ്. വേറൊന്നുമില്ലല്ലോ. ചിക്കനൊക്കെ പോയി. ചിക്കൻ ബിരിയാണി 3 ഐറ്റം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. വീഡിയോ എന്ത് ചെയ്യാ പിന്നെ പറഞ്ഞു ശരിയല്ലേ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെന്താണ്, ഷെയർ ചെയ്യാ. അതിന്റെ ബെൽ ബട്ടൺ. ഓക്കെ എന്നാ.